programming. Dear students, in the last class we discussed about content providers. ഇതാണ് കണ്ടന്റ് പ്രൊവൈഡറിന്റെ ഒരു ആർക്കിടെക്ചർ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഒരു ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൾട്ടിപ്പിൾ കണ്ടന്റ് പ്രൊവൈഡേഴ്സ് നമ്മുടെ ഡിവൈസസിൽ ആൻഡ്രോയിഡ് ഡിവൈസസിൽ അവൈലബിൾ ആണ്. ബിൽറ്റ് ഇൻ പ്രൊവൈഡേഴ്സ് എല്ലാം നമ്മുടെ ഡിവൈസസിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ആർക്കിടെക്ചർ ആണ് ഈ കാണിക്കുന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻ, then widget, search, cursor loader, abstract thread, synchronous adapters, then data source, ROM അല്ലെങ്കിൽ SD കാർഡ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്താണ്. നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് കേൾക്കാം. ഓക്കെ, then today we will discuss about the program Android Cursor. നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന കൾസർ ഇതുപോലെ ഈ ഒരു പിക്ചർ കണ്ടോ, ഈ ഒരു മൂവ് ചെയ്യുന്ന ഡോട്ട്, ഇതാണ് കൾസർ എന്ന് പറയുന്നത്. നമ്മൾ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ PC-ലൊക്കെ കാണുന്ന കൾസർ. ഡാറ്റാബേസിലും ഇതുപോലെ കൾസർ ഉണ്ട്. ഇതെന്തിനാ ഈ കൾസർ യൂസ് ചെയ്യുക? നമ്മൾ ഇപ്പോൾ എവിടെയാണ് കണ്ടന്റ് ഉള്ളത്? ഇപ്പൊ ആൻഡ്രോയിഡിന്റെ ഒരു പോർഷനാണ് കൾസർ ഉള്ളത്. ഇപ്പൊ ഇതിന്റെ ലാസ്റ്റ് താഴെ സൈഡിലാണ്, മുകളിൽ ടോപ്പിലാണ് കൾസറിന്റെ പോർഷനിലാണ് ഇപ്പോൾ കൾസർ ഉള്ളത്. നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ നോട്ടിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു പോർഷൻ തുടങ്ങാൻ വേണ്ടിയിട്ടോ മൗസ് സെലക്ട് ചെയ്യാനോ ഇതൊക്കെ നമുക്ക് കൾസർ ഉപയോഗിക്കാറുണ്ട്. ഇതേ കണ്ടന്റാണ് ഡാറ്റാബേസിലുള്ള ഉപയോഗം. അതിന്റെ യൂസേജ് അങ്ങനെയാണ്. നോക്കാം. A cursor is a random read access to the row and columns. ഇപ്പോൾ ഡാറ്റാബേസിൽ നോർമലി എങ്ങനെയാണെങ്കിൽ അല്ലെങ്കിലും നമ്മൾ ഡാറ്റാബേസിലുള്ള കണ്ടന്റുകളെല്ലാം റോസും കോളംസും ആയിട്ടുള്ളത് അങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. ടേബിൾസ് രൂപത്തിലാണ് പ്രിന്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അതിൽ റോസും കോളംസും ഉള്ള ആ ടേബിളിലെ ഡാറ്റ റാൻഡം റീഡ് ആക്സസ്, നമുക്ക് ഡാറ്റ റീഡ് ചെയ്യാനുള്ള റാൻഡം ആക്സസിന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുക? കൾസർ ഉപയോഗിച്ച് ചെയ്യുക. ഇപ്പൊ മൗസും നമ്മൾ സെലക്ട് ചെയ്യാമല്ലോ. എക്സൽ ഷീറ്റിലെ കോളംസ് റോസും ആണ് എക്സലിലുള്ളത്. അപ്പൊ ആ സ്പ്രെഡ്ഷീറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ഓരോ സെല്ലും കോളം അതിന്റെ ഒരു മൾട്ടിപ്പിൾ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം? ആക്സസ് ചെയ്യാൻ പറ്റും. റോസും കോളംസും റീഡ് ചെയ്യുക, സെലക്ട് ചെയ്യുക, ആക്സസ് ചെയ്യുക. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു നോ റോ കൗണ്ട്. റോ കൗണ്ട് എന്ന് ഉദ്ദേശിച്ചത് എത്ര റോസ് ഉണ്ട്, ടുപ്പിൾസ് നമ്മൾ പറയാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ റെക്കോർഡ്സ് എന്ന് പറയാറുണ്ട്. അത് എത്ര എണ്ണം ഉണ്ട് ആ ഒരു ഡാറ്റാബേസ് നമുക്ക് കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യാൻ ഒരു കണ്ടന്റ് ആണ് കൾസർ ഉണ്ട്. വേറെ കോളം നെയിം പിക്ക് ചെയ്യാൻ, എത്ര തേർഡ് കോളം, ഫോർത്ത് കോളം. അപ്പൊ ആ കോളം ആ കോളം നെയിം നമുക്ക് എന്ത് ചെയ്യാം? പിക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഏത് കൾസർ ഉപയോഗിക്കാം. അതുപോലെ കോളം ടൈപ്പ്, ടൈപ്പ് മീൻസ് ഡാറ്റ ടൈപ്പ്. ആ കോളത്തിന് ഡാറ്റ ടൈപ്പ് എന്താണ്, അതിൽ കൂടുതൽ കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെയല്ല ഓരോ കാര്യം നമുക്ക് പിക്ക് ചെയ്യാൻ എന്ത് ഉപയോഗിക്കാം? കൾസർ ഉപയോഗിക്കാം. കാരണം നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ, ആ ടേബിൾ നെയിം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ടേബിളിലെ കംപ്ലീറ്റ് വാല്യൂ പിക്ക് ചെയ്യും. ഇന്നൊരു ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. അതെങ്ങനെ പിക്ക് ചെയ്യുന്നത്? ഇതുപോലെ കൾസർ ഉപയോഗിച്ചിട്ടാണ്. അവിടെ ഒരു ഡാറ്റാബേസ് കൾസർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ആൻഡ്രോയിഡ് കൾസർ എന്ന് യൂസ് ചെയ്യുന്ന കണ്ടന്റ് അതുപോലെ ഡാറ്റാബേസിൽ പോയിട്ട് ഡാറ്റാബേസിന് കണ്ടന്റ് നമുക്ക് ആക്സസ് ചെയ്യാം. ഓക്കെ, അതിനാണ് ഡാറ്റാബേസ് കൾസർ ഉദ്ദേശിക്കുന്നത്. കൾസർ യൂസ് ദ മെത്തേഡ്സ്. കൾസർ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് പേര് പറയുന്നുണ്ട്. ഓക്കെ, മൂവ് ടു ഫസ്റ്റ്, ഫസ്റ്റിലോട്ട് മൂവ് ചെയ്യാം. ഇപ്പൊ കൾസർ ഏത് പോർഷനിലാണെങ്കിലും ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് അത് എന്ത് ചെയ്യും? അത് മൂവ് ചെയ്യും. സെക്കൻഡ്, മൂവ് ടു നെക്സ്റ്റ്, കറണ്ട് ലൊക്കേഷനിൽ നിന്ന് നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് എന്ത് ചെയ്യും? നെക്സ്റ്റ് റെക്കോർഡ്സ് അങ്ങോട്ട് മൂവ് ചെയ്യും. ഈസ് ബിഫോർ ഫസ്റ്റ്, ഇത് ഈസ് എന്ന് കണ്ടാൽ നമുക്കറിയില്ലേ, ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ബൂളിയൻ ആയിരിക്കും, ട്രൂ ഓർ ഫാൾസ് ആയിരിക്കും. ഈസ് ബിഫോർ ഫസ്റ്റ് പറഞ്ഞാൽ ഫസ്റ്റ് ഇവിടെ വേണം മൂവ് ടു ഫസ്റ്റ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റെക്കോർഡ് നിൽക്കുന്നതാവും. ഫസ്റ്റ് റെക്കോർഡിന്റെയും പുറകിലാണ്, അതിന്റെ ബാക്ക് സൈഡിലാണോ ബാക്കിലാണ് നിൽക്കുന്നത്? ഈസ് ബിഫോർ ഫസ്റ്റ്, ഫസ്റ്റിന് പുറകു വശത്തിലാണോ ചെക്ക് ചെയ്യുക. ഇപ്പൊ മൂവ് ടു ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കൾസർ ഇതിപ്പോ ഫസ്റ്റ് വേണമായിരിക്കാം. ഈ ഏരിയയിലെ ഒരു ടെക്സ്റ്റ് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, തേർഡ്. അപ്പൊ കൾസർ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് കണ്ടോ? മൂവ് ടു ഫസ്റ്റ്, ഈ ഒരു പോർഷനിൽ. അപ്പൊ ഇവിടെയാണെങ്കിൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ മൂവ് ചെയ്യുക? രണ്ടാമത്തെ പൊസിഷനിലേക്ക് മൂവ് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യാൻ പറഞ്ഞാൽ 1, 2, രണ്ടെണ്ണം കൗണ്ട് ചെയ്യും. ആക്ച്വലി എത്ര വാല്യൂസ് ഉണ്ട്? 3 വാല്യൂസ് ഉണ്ട്. അപ്പൊ ഇത് മൂന്നും കൗണ്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈസ് ബിഫോർ ഫസ്റ്റ് ആക്സസ് ചെയ്യണം. ഇത് ഈസ് ബിഫോർ ഫസ്റ്റ് ട്രൂ ആയിരിക്കണം. അതായത് ഫസ്റ്റിന്റെയും പുറകു വശത്തിൽ ഇവിടെ ആയിരിക്കും കൾസർ ഉണ്ടായിരിക്കേണ്ടത്. എന്നിട്ട് കൗണ്ട് ചെയ്യുക. 1, 2, 3. അപ്പൊ 3 കിട്ടിയല്ലോ, 3 വാല്യൂസ് ഉണ്ട്. അപ്പൊ അതുപോലെ ഈസ് ബിഫോർ ഫസ്റ്റ്, ഫസ്റ്റിന്റെയും ബാക്ക് എന്താണ് പുറകുവശത്താണോ ചെക്ക് ചെയ്ത് നോക്കാനുള്ള കണ്ടീഷനാണ് ഈസ് ബിഫോർ ഫസ്റ്റ്. ദെൻ ഈസ് ആഫ്റ്റർ ലാസ്റ്റ്, ലാസ്റ്റ് കണ്ടന്റ് എന്താണോ അതിനു ശേഷമുള്ള കണ്ടന്റിലാണ് നിൽക്കുന്നത്. കൾസർ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ കൾസർ ആക്സസ് ചെയ്യാൻ കുറച്ച് മെത്തേഡ്സ് ആണ്. ഈസ് ബിഫോർ ഫസ്റ്റ്, ഈസ് ആഫ്റ്റർ ലാസ്റ്റ്, ഈസ് ക്ലോസ്ഡ്. ക്ലോസ് ചെയ്യുന്ന ഉദ്ദേശിച്ചത് എന്താ? അത് ക്ലോസ് ചെയ്ത്, അത് ക്ലോസ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഡാറ്റാബേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ, ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയില്ല. ഗെറ്റ് കൗണ്ട്, ആ ഡാറ്റാബേസിലുള്ള ആ ടേബിളിലെ കംപ്ലീറ്റ് വാല്യൂസും എത്ര വാല്യൂസ് ഉണ്ട് അത് കൗണ്ട് ചെയ്യാൻ പറ്റും. ഗെറ്റ് കൗണ്ട്, അതിനെ റിട്രീവ് ചെയ്യും. അപ്പൊ നമുക്ക് ഇതൊക്കെ ആക്സസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു കൾസർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഏറ്റവും ഇത് കൂടാതെ വേറെ ഉണ്ട് കേട്ടോ. നോക്കിയേ, മൂവ് ടു ഫസ്റ്റ്, മൂവ് ടു ലാസ്റ്റ്, അങ്ങനെ ഓപ്ഷൻ അത് എഴുതിയില്ല.
അപ്പൊ ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ഒരുപാട് അവൈലബിൾ ആണ്. നമുക്ക് വളരെ കുറച്ച് ഫങ്ഷൻസ് മാത്രമേ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. മൂവ് ടു ലാസ്റ്റ്, മൂവ് ടു ഫസ്റ്റ്, മൂവ് ടു നെക്സ്റ്റ് ഉണ്ട്, അപ്പൊ മൂവ് ടു പ്രീവിയസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ഫങ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. ക്ലിയർ? ഈ ആൻഡ്രോയിഡ് കൾച്ചർ എന്ന് പറഞ്ഞ കണ്ടന്റും ആൻഡ്രോയിഡ് റിസോഴ്സസിന്റെ ഒരു ഭാഗമാണ്. റിസോഴ്സ് എന്ന് പറഞ്ഞ കണ്ടന്റ് ഒരു പോർഷനാണ് വരുന്നത്. ശരിക്കും ഇതും എവിടെ വരുന്നതാണ്? ആൻഡ്രോയിഡിന്റെ ഡാറ്റാബേസ് കൺസെപ്റ്റ് വരുന്നതാണ്. 5th മൊഡ്യൂളിൽ വരുന്ന ഒരു പോർഷനാണ് കൾച്ചർ അല്ലെ. നമുക്കൊരു ഡാറ്റാബേസ് ആക്സസ് ചെയ്യുന്ന കണ്ടന്റ് വരുന്നത്. അപ്പൊ അവിടെ എന്ത് യൂസ് ചെയ്യുന്നത്? പക്ഷെ ആൻഡ്രോയിഡ് റിസോഴ്സസ് എന്ന് പഠിക്കുമ്പോൾ അതിന്റെ ഒരു പോർഷനായിട്ട് വരുന്നതാണ് ആൻഡ്രോയിഡ് കൾച്ചർ. ഈ കൾച്ചർ എന്ന ഒരു പറഞ്ഞ കണ്ടന്റും റിസോഴ്സസിൽ ഉൾപ്പെടുന്ന ഒരു കണ്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വർക്കിംഗ് വിത്ത് വേർ ക്ലോസ്. ഡാറ്റാബേസിൽ നമുക്ക് വേർ ക്ലോസ് ഉപയോഗിക്കാറുണ്ടല്ലോ അല്ലെ. വേർ, ഹാവിംഗ്, ബിറ്റ്വീൻ, ഇതൊക്കെ ഓരോ ക്ലോസസ് ആണ്. അപ്പൊ ഇവിടെ വേർ ക്ലോസ് എങ്ങനെ ഉപയോഗിക്കാനുള്ള കണ്ടന്റ് ആണ് അവർ പറയാൻ പോകുന്നത്. ടു പെർഫോം സ്പെസിഫിക് സെലക്ഷൻ ഡിറ്റക്ഷൻ ഇൻ ദ ഡാറ്റാബേസ്. അപ്പൊ ഡാറ്റാബേസിന് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് എന്ന് കൊടുത്താൽ സ്റ്റുഡന്റിന്റെ ടേബിളിലെ കംപ്ലീറ്റ് ഡാറ്റയും പ്രിന്റ് ചെയ്യും. അവിടെ ഒരു കണ്ടീഷൻ കൊടുക്കുക, വേർ റോൾ നമ്പർ ഇസ് ഈക്വൽ ടു 110. 110 റോൾ നമ്പർ വരുന്ന കണ്ടന്റ് ആരാണോ ആ ഒരു ഫീച്ചർ മാത്രം, ആ ഒരു ട്രിപ്പിൾ മാത്രം പ്രിന്റ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാം വേർ മാർക്ക് ഗ്രേറ്റർ ദാൻ 85 എബവ് മാർക്കുള്ള സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് എല്ലാം പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പൊ അങ്ങനെ ഒരു വേർ കണ്ടീഷൻ നമുക്കവിടെ ക്ലോസ് ചെയ്യാം. ദാറ്റ് ഈസ് ക്ലോസ്, വേർ ക്ലോസ്. നമ്മൾ സാധാരണ ഡാറ്റാബേസ് പഠിക്കുന്ന ആ ഒരു വേർ ക്ലോസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ, കൾച്ചർ മാനേജർ കൾച്ചർ. കൾച്ചർ എന്നുള്ളതിനുള്ളിൽ മാനേജർ കൾച്ചർ എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇസ് ഈക്വൽ ടു മാനേജർ ക്വറി ഇൻ ബ്രാക്കറ്റ് ഫസ്റ്റ് ആട്രിബ്യൂട്ട് ആണ് എഴുതിയുള്ളത്. ഏതാ? കണ്ടന്റ് URIs ഡോട്ട് വിത്ത് അപ്പൻഡ് ID കോണ്ടാക്ട് ഡോട്ട് പീപ്പിൾ കണ്ടന്റ് അണ്ടർസ്കോർ URI. URI എന്ന് പറഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ഐഡന്റിഫയർ ഫോമറ്റ് 2. ഇത് അതിന്റെ ആട്രിബ്യൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു മാനേജർ ക്വറിയിൽ കണ്ടന്റിന്റെ ഫസ്റ്റ് ആട്രിബ്യൂട്ട് ആണ് ഒരു കോണ്ടാക്ട് റീഡ് ചെയ്യാൻ. ആ കൾച്ചർ ഉപയോഗിച്ചിട്ട് നമ്മൾ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് നിന്ന് കോണ്ടാക്ട്സ് റീഡ് ചെയ്യാം. അപ്പൊ അതിനൊരു സിന്റാക്സ് ആണ് കൊടുത്തുള്ളത്. ഇത് ഡാറ്റാബേസ് കൺസെപ്റ്റ് ആണ്. ജസ്റ്റ് അതിന്റെ ഒരു ഇത് മനസ്സിലാക്കി വെക്കുന്നത് മാത്രമല്ല, എക്സാമ്പിൾ പറഞ്ഞു മാത്രം. കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് പീപ്പിൾ, അതിൽ ഒരുപാട് പീപ്പിൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിൽ ഒരാളെ ഡാറ്റ പിക്ക് ചെയ്യണം. അപ്പൊ പീപ്പിൾ ഡോട്ട് കണ്ടന്റ് URI 2, രണ്ടാമത്തെ ഇൻഡെക്സിലുള്ള ആ URI അതാണ് യൂണിഫോം റിസോഴ്സ് ഐഡന്റിഫയർ, അത് 2 ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കണ്ടന്റിൽ അത് ഒരു നമ്പർ ആയിരിക്കും. സിസ്റ്റം ജനറേറ്റ് ഉള്ള ഒരു ഫംഗ്ഷൻ ആണ് ഇത്. ബൈ ഡിഫോൾട്ട് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് 2. അപ്പൊ രണ്ടാമത്തെ ഇൻഡെക്സ് വരുന്ന കണ്ടന്റ് പ്രിന്റ് ചെയ്യാണ് ഗൈസ്. ഇതിന്റെ ഫസ്റ്റ് ആർഗ്യുമെന്റ് അത്രയും പോർഷൻ കോമ പ്രൊജക്ഷൻ. ഈ പ്രൊജക്ഷൻ ഉദ്ദേശം എന്താണ്? കോളം ടു റിട്ടേൺ, ഏത് കോളം റിട്ടേൺ ചെയ്യേണ്ടത്. ഇപ്പൊ ആ പീപ്പിളിന്റെ കണ്ടന്റ് ആക്സസ് ചെയ്താൽ തന്നെ അതിൽ എന്തായാലും ഫസ്റ്റ് നമ്പർ ഉണ്ടാവും, സെക്കൻഡ് നമ്പർ ഉണ്ടാവും, ജിയോ നമ്പർ ഉണ്ടായിരിക്കാം, ലാൻഡ് നമ്പർ ഉണ്ടായിരിക്കാം, ഇമെയിൽ അഡ്രസ് ഉണ്ടായിരിക്കാം, അത് വീട്ടിലോട്ടുള്ള അഡ്രസ് ഉണ്ടായിരിക്കാം. അങ്ങനെ കണ്ടന്റ്. അപ്പൊ പ്രൊജക്ട് ഈ ഒരു ഓപ്ഷൻ ഫസ്റ്റിലെ ഈ ഒരു സെക്കൻഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? കോളം റിട്ടേൺ, ഏത് കോളാണ് റിട്ടേൺ ചെയ്യുക. ദെൻ തേർഡ് വൺ പറയുന്നത് വേർ ക്ലോസ്, കണ്ടീഷൻ കൊടുക്കുക. ഏത് കണ്ടീഷൻ ഉപയോഗിച്ചിട്ടാണ് ആക്സസ് ചെയ്യുന്നത്, അതാണ് നെക്സ്റ്റ് വൺ. അപ്പൊ ഞാൻ ഡള്ള് കൊടുത്തിട്ടുണ്ട് ഇവിടെ, അത് എക്സാമ്പിൾ ആണ്, അതുകൊണ്ട് നല്ല കൊടുത്തിട്ടുണ്ട്. ദെൻ ഫോർത്ത് വൺ പറഞ്ഞത് വേർ ക്ലോസ് വാല്യൂ സബ്മിഷൻ. അപ്പൊ ഈ വേർ ക്ലോസിനകത്ത് ഒരു വാല്യൂ കൊടുക്കാറുണ്ട്. ഏതാ? വേർ രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ മാർക്ക് ഗ്രേറ്റർ ദാൻ 85 കൊടുത്തു. അപ്പൊ അങ്ങനെയുള്ള ഒരു വേർ കണ്ടീഷൻ ഒരു വാല്യൂ, ആ വാല്യൂ സബ്മിറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ് ഈ ഫോർത്ത് വൺ. ലാസ്റ്റ് വൺ പീപ്പിൾ ഡോട്ട് നെയിം പ്ലസ് ASC. ASC എന്താണ്? അസെൻഡിങ് ഓർഡറിൽ പ്രിന്റ് ചെയ്യാൻ, സോർട്ട് ഓർഡറിൽ. അപ്പൊ ആ പീപ്പിൾ ഡോട്ട് നെയിം എന്ന് പറഞ്ഞാൽ അവരുടെ ആ നെയിം സോർട്ട് ഔട്ട് ചെയ്യും, സോർട്ട് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യും. ഇതാണ് നോർമൽ നമ്മുടെ സാധാരണ കോണ്ടാക്ട്സ്. നമ്മൾ ഒരാളെ പേരോ അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, അത് കംപ്ലീറ്റ് വരും. ഇപ്പൊ ഫസ്റ്റ് നെയിം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കൊടുക്കാറുണ്ട് അല്ലെ. ടൈപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് 2 ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ 2 ലെറ്റർ കോമൺ ആയിട്ട് വരുന്ന എല്ലാ കോണ്ടാക്ട്സും ഡിസ്പ്ലേ ചെയ്ത് വരും. അത് ഈ ഒരു സെന്റൻസ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഈ ഒരു ക്വറി ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഇൻസെർട്ടിങ് ഡാറ്റ. ഒരു കണ്ടന്റ് പ്രൊവൈഡറിലോട്ട് എങ്ങനെ ഡാറ്റ ഇൻസെർട്ട് ചെയ്യാം. ടു ഇൻസെർട്ട് ഡാറ്റ ഇൻ ടു പ്രൊവൈഡർ വി ക്യാൻ കോൾ ദ കണ്ടന്റ് റിസോൾവർ ഡോട്ട് ഇൻസെർട്ട് മെത്തേഡ്. അപ്പൊ നമ്മൾ ഒരു മെത്തേഡ് കോൾ ചെയ്യാണ് ഡാറ്റ ഇൻസെർട്ട് ചെയ്യാൻ. കണ്ടന്റ് റിസോൾവർ, ഏതാണോ റിസോൾവ് ചെയ്യുന്ന കണ്ടന്റ്, ആ കണ്ടന്റ് ഏതാണോ അതിന്റെ കണ്ടന്റ് പ്രൊവൈഡർ ആണല്ലോ. അപ്പൊ അതിന്റെ നെയിം ഡോട്ട് ഇൻസെർട്ട്, ആ ഒരു മെത്തേഡ് കോൾ ചെയ്യാം. ഈ ബ്രാക്കറ്റിനകത്ത് നമുക്ക് അതിന്റെ ഫംഗ്ഷൻസ് എഴുതിയിട്ട് അതിൽ ഏതൊക്കെ ഡാറ്റ ഇൻസെർട്ട് ചെയ്യുന്നത് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ ഗാലറി എന്നൊരു ഓപ്ഷൻ ആണെങ്കിൽ ഗാലറി ഡോട്ട് ഇൻസെർട്ട്, കോണ്ടാക്ട്സ് ആണെങ്കിലോ കോണ്ടാക്ട്സ് ഡോട്ട് ഇൻസെർട്ട്. അപ്പൊ അതിനൊരു നെയിം ഒബ്ജക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വേണം ചെയ്യാൻ. ഒരു ബേസിക് സിന്റാക്സ് പറഞ്ഞത് മാത്രം. ഓക്കെ, then this method insert a new row into the provider. ആ പ്രൊവൈഡറിൽ ഓൾറെഡി കണ്ടന്റ് ഉണ്ടായിരിക്കും. അത് കൂടാതെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പുതിയ റോ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിലോട്ട് ഡാറ്റ ഇൻസെർട്ട് ആവും. ആൻഡ് റിട്ടേൺസ് എ കണ്ടന്റ് URI ഫോർ ദാറ്റ് റോ. URI എന്ന് ഉദ്ദേശിച്ച യൂണിഫോം റിസോഴ്സ് ഐഡന്റിഫയർ. ആ ഓരോ റോസിനും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ മുമ്പ് പഠിച്ചില്ല R.Java,
ആ ഒരു കണ്ടന്റിൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു URI ക്രിയേറ്റ് ചെയ്യും. യൂണിഫോം റിസോഴ്സ് ഐഡന്റിഫയർ, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിഫോം റിസോഴ്സ് URI, ആ URI ക്രിയേറ്റ് ചെയ്യും ആ ഒരു സിംഗിൾ റോക്ക് വേണ്ടിയിട്ട്. വി ക്യാൻ സെറ്റ് എ കോളം ടു നൾ യൂസിങ് കണ്ടന്റ് വാല്യൂ ഡോട്ട് പുട്ട് നൾ മെത്തേഡ്. നേരത്തെ നമ്മൾ കേസിൽ എല്ലാ കോളംസ് എൻ്റർ ചെയ്യുന്നില്ല ടേബിളിൽ, ആ ഒരു ഡാറ്റാബേസിന്റെ ടേബിളിൽ എല്ലാ കോളംസും നമുക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, ബ്ലാങ്ക് ആക്കി ഇടാം. അപ്പൊ അങ്ങനെ നള്ളാക്കി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടന്റ് വാല്യൂ ഡോട്ട് പുട്ട് നൾ എന്ന് കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിരിക്കും ആ ഒരു വാല്യൂ, ആ ഒരു കോളം, സ്പെസിഫൈഡ് കോളം നൾ ആക്കി സെറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ദെൻ അപ്ഡേറ്റിംഗ് ഡാറ്റ എങ്ങനെ കണ്ടന്റ് പ്രൊവൈഡർ ഡാറ്റ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം? ടു അപ്ഡേറ്റ് എ റോ, ഒരു സിംഗിൾ റോ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിലേക്ക് ഒരു കുറെ ആൾ കോൺടാക്ട്സിൽ നമുക്ക് ഒരു നെയിം ഒരു ആഡ് ചെയ്യണം. അത് ഓൾറെഡി നെയിം ഉണ്ടായിരുന്ന നമ്പർ ചേഞ്ച് ചെയ്തു. അപ്പൊ ആ നമ്പർ എന്ത് ചെയ്യണം, പുതിയൊരു നമ്പർ വന്നപ്പോൾ ആ നമ്പർ ഒന്ന് ആൾട്ടർ ചെയ്യണം. അപ്പോൾ അപ്ഡേഷൻ നടത്തുക. ടു അപ്ഡേറ്റ് എ റോ യൂസ് എ കണ്ടന്റ് വാല്യൂ ഒബ്ജക്റ്റ് വിത്ത് ദ അപ്ലോഡഡ് വാല്യൂസ് സെയിം ആസ് ഡൺ ഇൻ ഇൻസേർഷൻ ഓഫ് ഡാറ്റ. നമ്മൾ നേരത്തെ ഇൻസെർട്ട് ചെയ്തിട്ടുണ്ടല്ലേ കണ്ടന്റ്, ഇവിടെ സെയിം കണ്ടന്റ് അവിടെ യൂസ് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ ഏതാ, കണ്ടന്റ് റിസോൾവർ ഡോട്ട് വെച്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ ക്ലയന്റ് മെത്തേഡ് ഈസ് കണ്ടന്റ് റിസോൾവർ ഡോട്ട് അപ്ഡേറ്റ്. ഇവിടെ ഇൻസെർട്ട് ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നു, അവിടെ എന്താ അപ്ഡേറ്റ്. അപ്പൊ ഏത് കണ്ടന്റ് ആണ് യൂസ് ചെയ്യുന്നത് ആ കണ്ടന്റ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇൻസെർട്ട് ചെയ്യാം. അപ്പൊ ഗൂഗിളിന്റെ നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഗാലറി ആണെങ്കിൽ ഗാലറി ഡോട്ട് അപ്ഡേറ്റ്, അതിന്റെ അപ്ഡേറ്റ് വർക്ക് ചെയ്യിപ്പിക്കാം. അതുപോലെ കോണ്ടാക്ട്സ് ഡോട്ട് അപ്ഡേറ്റ്. അപ്പൊ ഏതാണ് അതിന്റെ കണ്ടന്റ് റിസോൾവർ, അതിന്റെ നെയിം ഡോട്ട് ആ കണ്ടന്റ്. ഓക്കെ, then if we wants to clear the contents of a column, set the value null. ഓൾറെഡി ഉള്ള അപ്ഡേഷൻ നടത്തുന്നത്, അപ്പൊ അപ്ഡേഷൻ ഡാറ്റ ഇവിടെ ഉണ്ടായിരിക്കും. ആ ഡാറ്റ നമുക്ക് നള്ളാക്കി സെറ്റ് ചെയ്യാൻ വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ഒരു നമ്പർ, 2 നമ്പർ ഉണ്ടായിരുന്നു, ഒരു ഫോൺ നമ്പർ ഉണ്ടായിരുന്നു, ഒരു നമ്പർ അവര് ഡിലീറ്റ് ചെയ്തു. അത് നമുക്കൊരു ആവശ്യമില്ല, ആ സിം ഒഴിവാക്കി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു നമ്പറിന്റെ പോർഷൻ ഡിലീറ്റ് ചെയ്യണം, അവിടെ നള്ളാക്കി സെറ്റ് ചെയ്യണം. അത് എന്ത് വേണം, അതിന്റെ വാല്യൂ, ആ കോളം നെയിമിന്റെ വാല്യൂ നമുക്ക് നള്ളാക്കി സെറ്റ് കൊടുത്താൽ മതി. To clear the contents of column, set the value as null. Null ആയി കൊടുത്താൽ ഓട്ടോമാറ്റിക് അത് ബ്ലാങ്ക് ആയി വരും. ഓക്കെ അല്ലേ? ഡിലീറ്റിംഗ് ഡാറ്റ. ഇപ്പോൾ കണ്ടന്റ് പ്രൊവൈഡറിൽ ഒരു ഡാറ്റ ഡിലീറ്റ് ചെയ്യുക. സെയിം ഒരേ ഒരു കൺസെപ്റ്റ്. ഇറ്റ് ഈസ് സിമിലർ ടു റിട്രീവിംഗ് റോ ഡാറ്റ. അങ്ങനെ റീഡ് ചെയ്യാണല്ലോ ഡാറ്റാബേസിന്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഏതാണ് ആ കണ്ടന്റ്, അത് നമ്മൾ ക്ലിക്ക് ചെയ്ത വാല്യൂ ഏതാണോ, ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ ഏതാണോ സെർച്ച് ചെയ്യണം, കണ്ടെത്തണം. അപ്പോൾ അത് ഡിലീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിന് എന്താണ്, റിട്രീവിന് ഈക്വൽ ആണ്. നമുക്ക് ആക്സസ് ചെയ്യുന്ന പ്രിന്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അത് ഏത് ഡാറ്റയാണോ ഡിലീറ്റ് ചെയ്യുന്നത് കണ്ടെത്തണം ഫസ്റ്റ് ആയി. സോ അത് ആക്സസിങ് ആണ്, അത് റിട്രീവിംഗ് ആണ് ഡാറ്റ എന്ന് പറയുന്നത്. ദാറ്റ് സ്പെസിഫൈ ദ സെലക്ഷൻ ക്രൈറ്റീരിയ ഫോർ റോസ് വി വാണ്ട് ടു ഡിലീറ്റ്. സെലക്ഷൻ ക്രൈറ്റീരിയ എടുത്ത് നേരത്തെ സെലക്ട് എന്ന് പറഞ്ഞ വേർഡ് ക്ലോസ് ഉപയോഗിച്ച് ചെയ്തല്ലോ, അതേ കണ്ടീഷനാണ് നമ്മൾ ഇവിടെ ഗ്രാഫിക്സ് വഴിയാണ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ക്ലിക്ക് ചെയ്തു ഒരാളെ കോൺടാക്ട്സ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വിചാരിക്കുക, എന്ത് ചെയ്യും, കോൺടാക്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ സെർച്ച് ചെയ്യും, എന്നിട്ട് അത് ഓപ്പൺ ആക്കും. ഈ സെർച്ച് ചെയ്ത് ഓപ്പൺ ആക്കുമ്പോൾ ആക്ച്വലി ചെയ്യുന്ന എന്താണ്, ഡാറ്റ റിട്രീവ് ചെയ്യാൻ. സെലക്ഷൻ ക്രൈറ്റീരിയ ഫസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത 2 or 3 ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും, ആ ക്യാരക്ടർ ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ആ ഒരു കണ്ടന്റ് ക്ലിക്ക് ചെയ്യും. അപ്പോൾ സെലക്ഷൻ ക്രൈറ്റീരിയ ഓക്കെ, അങ്ങനെ ആ വെച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഡിലീറ്റിംഗ് ദ ഡാറ്റ ഫ്രം കണ്ടന്റ് പ്രൊവൈഡർ. ആൻഡ് ക്ലയന്റ് മെത്തേഡ് റിട്ടേൺസ് ദ നമ്പർ ഓഫ് ഡിലീറ്റഡ് റോസ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര ആ ക്ലയന്റ് മെത്തേഡ് ഓട്ടോമാറ്റിക് റിട്ടേൺ ചെയ്യും. എത്ര റോസ് ഡിലീറ്റ് ആയി, എത്ര വാല്യൂസ്, അല്ലെങ്കിൽ നമ്മൾ എത്ര കണ്ടന്റ് നമ്മൾ ഡിലീറ്റ് ചെയ്തു ഇതെല്ലാം ഡിസ്പ്ലേ ഒരു ടോസ്റ്റ് വഴി നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ദ ക്ലയന്റ് മെത്തേഡ് ഈസ് ഏതായിരുന്നു, കണ്ടന്റ് റിസോൾവർ ഡോട്ട് ഡിലീറ്റ്. പേരെല്ലാം ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാം ഇതുപോലെ തന്നെ, കണ്ടന്റ് റിസോൾവർ ഡോട്ട് ഇൻസെർട്ട്, കണ്ടന്റ് റിസോൾവർ ഡോട്ട് അപ്ഡേറ്റ്, കണ്ടന്റ് റിസോൾവർ ഡോട്ട് ഡിലീറ്റ്, 3 മെത്തേഡ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ആൻഡ്രോയിഡ് ഇൻഡെൻസ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.